മൂന്നില് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ മങ്കൊമ്പ് അഞ്ചുകുടിയാർ റോഡ് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപ അനുവദിച്ച് പണി തീർത്തു. റോഡിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. ഈ അഞ്ചുകുടിയാർ റോഡിന് വേണ്ടി സത്യത്തിൽ ഏറ്റവും കൂടുതൽ മെനക്കെട്ട ജോർജ് ഒരു ദിവസം ഒരു 5 ഗോൾ വെച്ച് വിളിക്കുകയായിരുന്നു. എന്നിട്ട് PC തോമസിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അവസാനം ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എത്ര രൂപ വേണോ? ആദ്യം 10 ലക്ഷം രൂപ വെച്ചാൽ തികയാതെ വന്നു. അങ്ങനെയാണ് 25 ലക്ഷം രൂപ ഇപ്പോൾ ഇത് തീരുന്നത്. ഇതിപ്പോഴും വൃത്തിയായിട്ടില്ല. നമുക്ക് 2 സൈഡിൽ 1 ലക്ഷം കൂടെ ചെയ്യണം. അതിനുള്ള ഫണ്ട് കൂടെ ഉറപ്പായിട്ട് അനുവദിച്ചോളാം. ഈ മൂന്നിലവിൻ്റെയും മേലുകാവിൻ്റെയും തലനാടിൻ്റെയും തലപ്പലത്തിൻ്റെയും മുഖച്ഛായ തന്നെ മാറും. അതുകൊണ്ടാണ് ഗ്രാമങ്ങളിലൂടെ വികസനം എന്ന എൻ്റെ ലക്ഷ്യം. ഇല്ലിക്കല്ല് ഇഴവില പൂഞ്ചിരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി കഴിയുമ്പോൾ, അത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും ഈ മേഖലയിലേക്ക് വൻ മാറ്റമുണ്ടാവും. അതുകൊണ്ട് ആരും ഇപ്പോൾ സ്ഥലം വയ്ക്കാനായിട്ട് നോക്കണ്ട. ഇവിടെ എല്ലാം ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇന്നത്തെ മാറി വന്ന സാഹചര്യങ്ങളിൽ എല്ലാവരും നെറ്റിലും ഒക്കെ നോക്കിയാണ് റൂമും ഒക്കെ ബുക്ക് ചെയ്യുന്നത്. വാഗമണിൽ 20,000 രൂപ കൊടുക്കേണ്ടടുത്ത് ഇവിടെ 5,000 രൂപയ്ക്ക് ഹോം സ്റ്റേയിൽ താമസിക്കാൻ കഴിയാൻ ആളുകൾ ഈ ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് അതനുസരിച്ചുള്ള 20 ലക്ഷം രൂപ മുദ്രാ ലോണും തരുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സെബാസ്റ്റ്യൻ, വാർഡ് മെമ്പർ ലിൻസി ജെയിംസ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്റ്റാൻലി മാണി എന്നിവർ ആശംസ അർപ്പിച്ചു. മങ്കൊമ്പ് ഇടവ് വികാരി റവറൻ റോയ് പി തോമസ്, അപ്പർ മങ്കൊമ്പ് ഇടവ് വികാരി ഫാദർ റവറൻ ഡീക്കൻ ഇമ്മാനുവൽ രാജ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റെനി ചാക്കോ, ജസ്റ്റിൻ ജോൺ, ടോമി കുരിശുങ്കപ്പറമ്പിൽ, ജോസഫ് പണ്ടർക്കാട്, ജോർജ് കുട്ടി പുത്തമ്പേട്ടിൽ, സെബാസ്റ്റ്യൻ മൂത്തശ്ശേരിൽ, ജോസഫ് സാമുവൽ, കൃഷ്ണൻകുട്ടി നെല്ലിക്കശ്ശേരിൽ, മോഹൻ സാം മൂത്തശ്ശേരി, മാത്യു മണർകാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.